ഹലോ ഗൈസ്, അങ്ങനെ തൃശ്ശൂർ പൂരം ആവാനിയില്ല. അപ്പോൾ ഇന്ന് നല്ല സാമ്പിൾ വെടിക്കെട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഹൈസും കുഞ്ഞുപ്പയും കുഞ്ഞയും ഞങ്ങളെല്ലാവരും കൂടി നടന്നാണ് പോകുന്നത്. നമ്മുടെ ഹൈസിക്കുട്ടിക്ക് ഓടാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ കൂടെ ഓടിക്കളിക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആ റൗണ്ടിലേക്ക് എത്തി. റൗണ്ട് ഈ പ്രാവശ്യം ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാണാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്താണ് നിന്നിരുന്നത്. 7 മണിക്കാണ് സാമ്പിൾ പൊട്ടുക. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5:30 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടം കണ്ടപ്പോൾ ഹൈസിക്ക് നല്ല വാശി. അപ്പോൾ നമ്മുടെ ഉപ്പ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്ത് അതിനുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ പോയി കാണുന്നത്. നല്ല ഉമ്മൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല പടക്കത്തിന് സൗണ്ട്. പക്ഷെ എവിടുന്നാന്ന് മനസ്സിലാവില്ല, ഒരു ചെറിയ ലൈറ്റിംഗ് മാത്രം കാണുന്നുണ്ട്. എവിടുന്നാണ് ഈ സൗണ്ട് എന്ന് ചോദിച്ചാൽ ഞാനും വായിച്ച് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. പിന്നെയാണ് മനസ്സിലായത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നീങ്ങി വരേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സൈഡിൽ വന്ന് നല്ല പൊട്ടലായിരുന്നു. നല്ല ചെവിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ സാധനം പെട്ടെന്ന് കഴിയോട്ടോ. പിന്നെ നമുക്ക് എല്ലാവരും കൂടെ പറഞ്ഞാൽ നല്ല ചൂടെടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പാട് പരിചയക്കാരൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഏറ്റവും മുകളിൽ കയറിപ്പാട് മനസ്സിലായത് എന്തോരം ജനങ്ങളെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല അടിപൊളി പടക്കൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ലാസ്റ്റൊക്കെ ഇപ്പം നല്ല അടിപൊളി കിഡിലൻ സൗണ്ട്, നല്ല വൈബ് ഉണ്ടായിരുന്നു. നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ട് ചെവിയൊക്കെ പഠിച്ചു പോകുന്നു. രാത്രി മാറി പകലായി പോലെ ആ ഒരു വെളിച്ചമൊക്കെ വന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആകെ പേടിയെ. പിന്നെ കുറേ നേരം അത് പൊട്ടലായിരുന്നു. പിന്നെ ഇങ്ങനെ കോട്ടൊക്കെ ഇങ്ങനെ വീഞ്ഞുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ വെറൈറ്റി പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. പിന്നെ നമ്മൾ പടക്കം കഴിയണവരെ അവിടെ കുറേ നേരം നിന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. നല്ല വൈബായിരുന്നു. ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ ഫുള്ള് കറക്റ്റ് കാണാനായിട്ട് പറ്റി. നല്ല രസമുണ്ടായിരുന്നു. അപ്പത്തേനും നമ്മുടെ റൗണ്ട് ഒക്കെ തുറന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.